ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സിലെ ഡബിൾ എൻട്രി സിസ്റ്റത്തിനകത്തിലെ സെക്കൻഡ് റൂളായിട്ടുള്ള ഗോൾഡൻ റൂൾ അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്തില്ലേ, എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷനകത്തും വരുന്ന അക്കൗണ്ട്സിന് ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഡബിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് ഫസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് റൂൾ ഏതായിരുന്നു? മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ എന്ത് പറയാം, അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണാത്തവരത് കണ്ടോളി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഗോൾഡൻ റൂൾ അപ്രോച്ച് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കാം എന്താണ് ഗോൾഡൻ റൂൾ അപ്രോച്ച്. എങ്ങനെയാണ് ഗോൾഡൻ റൂൾ അപ്രോച്ച് പറയുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ്സിനകത്ത് വരുന്ന അക്കൗണ്ട്സിന് അല്ലേ, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനകത്തും വരുന്ന അക്കൗണ്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ റിയൽ അക്കൗണ്ട്, സെക്കൻഡ് വൺ പേഴ്സണൽ അക്കൗണ്ട്, തേർഡ് വൺ നോമിനൽ അക്കൗണ്ട്സ്. റിയൽ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സ് അല്ലടാ. മോഡേൺ അപ്രോച്ചിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിനകത്ത് ടോട്ടൽ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് വരാൻ പോകുന്ന അക്കൗണ്ട്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു? 6 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. ഓക്കെ ആണോ? ഇത് മോഡേൺ അപ്രോച്ച് അല്ലേ. ഇനി ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ അക്കൗണ്ട്സിന് എന്താ ചെയ്യുന്നത്, 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? റിയൽ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സ്. ഒരു ബിസിനസ്സിനകത്ത് വരാൻ പോകുന്ന ഏതൊരു അക്കൗണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ, അത് ഈ ഒരു 3 ഏതിലെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് റൂൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു അക്കൗണ്ടിന് എന്ത് ബാലൻസാണ് കൊടുക്കേണ്ടത്, ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ കൊടുത്തിട്ട് അക്കൗണ്ട്സിനകത്തേക്ക് അതിനെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ, ഇപ്പോൾ ഏതൊക്കെ അക്കൗണ്ട്സ് ആവാം, ക്യാഷ് ആവാം, ബാങ്ക് ആവാം അല്ലേ, ഇനി സാലറി അക്കൗണ്ട് ആവാം, പർച്ചേസ് അക്കൗണ്ട് ആവാം, ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ, ഇതും അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി, ഈ 3 കാറ്റഗറിയിൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ അണ്ടറിലായിരിക്കും അത് വരിക. ഓക്കെ ആണോടാ. ഇനി 2 റൂളാണെന്നുണ്ടെങ്കിലും ഒരു അക്കൗണ്ടിന്, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓക്കെ ആണോ, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഗോൾഡൻ റൂൾ അപ്രോച്ചിൽ നോക്കുകയാണെങ്കിലും അതേപോലെ മോഡേൺ റൂൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിലാണെന്നുണ്ടെങ്കിലും ഡെബിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, കാറ്റഗറൈസ് ചെയ്യുന്ന രീതി മാറിയെന്ന് മാത്രം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, എങ്ങനെയാണ് ഗോൾഡൻ റൂളിൽ ഓരോ അക്കൗണ്ട്സും, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ ഏതെല്ലാം അക്കൗണ്ട്സാണ് വരിക നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, റിയൽ അക്കൗണ്ട് ആണല്ലേ. റിയൽ അക്കൗണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ ഏത് അക്കൗണ്ട്സിനെയാണ് റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അസറ്റ്സ് അല്ലേ, ഓർ പ്രോപ്പർട്ടീസ്. എന്ത് പറയാം, കോമൺ ആയിട്ട് നമുക്ക് അസറ്റ്സ് എന്ന് പറയാം അല്ലേ, അസറ്റ്. ഓക്കെ, എന്ത് പറയുന്നുണ്ട്, ഡെഫിനിഷൻ എന്ത് പറയുന്നുണ്ട്, ദീസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സച്ച് ആസ് ക്യാഷ്, ഫർണിച്ചർ, ലാൻഡ്, പേറ്റൻറ്റ് അല്ലേ, കോപ്പിറൈറ്റ് പോലത്തെ അസറ്റ്സ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്തരം അക്കൗണ്ട്സിനാണ് എന്ത് പറയുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ കിട്ടി. ഓക്കെ, ആ ട്രാൻസാക്ഷനകത്ത് എന്ത് ചെയ്തു, 2 അക്കൗണ്ട് എടുത്തു. ആ അക്കൗണ്ട് അസറ്റാണോ, അതിനെന്ത് വിളിക്കും, റിയൽ അക്കൗണ്ട് എന്ന് വിളിക്കും. ഓക്കെ ആണോടാ, അസറ്റാണെങ്കിൽ അതിനെ റിയൽ അക്കൗണ്ട് എന്ന് വിളിക്കും. ഇനി അസറ്റിൽ വരുന്ന 2 ഐറ്റം തന്നെയാണ് എന്ത്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്. ഓക്കെ, ബാങ്കും ഡെപ്റ്റർ എന്താണ്, ഇത് രണ്ടും ബിസിനസ്സിൻ്റെ അസറ്റ് തന്നെയാണ്. പക്ഷേ ഈ 2 അസറ്റ്സും ഏതിൻ്റെ അണ്ടറിൽ വരില്ല, റിയൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യൂല നമ്മൾ, അല്ലെങ്കിൽ ഇതിൽ കൺസിഡർ ചെയ്യൂല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ അക്കൗണ്ട്സാണ്, ഓൾ അസറ്റ്സ് അക്കൗണ്ട് അല്ലേ. ഏത് പെടില്ല, ബാങ്കും ഡെപ്റ്ററും. ഇപ്പോൾ ബാങ്ക് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്തു, നമ്മളൊരു ബിസിനസ്സിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ ആടാ, ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ആ ബാങ്കിൻ്റെ പേരിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ഓപ്പൺ ബിസിനസ്സിനകത്ത് അല്ലേ, അക്കൗണ്ട്സിനകത്ത് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഫെഡറൽ ബാങ്കിനകത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫെഡറൽ ബാങ്ക് പേര് പറഞ്ഞിട്ടല്ലേ, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട്സിനകത്ത് കാണിക്കുക. ഇനി ഡെപ്റ്റർ, ആരുടെ ഡെപ്റ്റർ പറഞ്ഞാൽ ബിസിനസ്സിക്ക് ക്യാഷ് തരാനല്ലോ അല്ലേ, ഓരോ പേരിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബുക്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് 2 അല്ലാത്ത എല്ലാ അസറ്റിനും എന്ത് വിളിക്കാം, റിയൽ അക്കൗണ്ട് എന്ന് വിളിക്കാം. ഓക്കെ,
ഇനി ഗോൾഡൻ റൂൾ ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അക്കൗണ്ട് ഏതാ പറയുന്നത്? പേഴ്സണൽ അക്കൗണ്ടാണ്. ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ എന്താണ് പേഴ്സണൽ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ഏതെല്ലാം അക്കൗണ്ട്സാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിൻ്റെ അണ്ടറിൽ വരിക എന്നുള്ളതാണ് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്ത് പറയുന്നുണ്ട് ഇവിടെ തന്നെ? ഇൻഡിവിജ്വൽസ്, അതേപോലെ എൻറ്റിറ്റീസ്. അതെന്താണ് ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ എൻറ്റിറ്റീസും? ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ ബുക്കിനകത്ത് അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനകത്ത് നിന്ന് ഒരാളെ പേരോ ഒരു വ്യക്തിൻ്റെ പേരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഒരു ബിസിനസ്, ഒരു എൻറ്റിറ്റി, ഓക്കെ, അതിൻ്റെ പേരോ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ട്സിനാണ് എന്ത് വിളിക്കുന്നത്? പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക? പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള കാറ്റഗറിയിലാണ് കൊണ്ടുവരിക. ഓക്കെ, എന്താ പറയുന്നുണ്ട് ഡെഫിനിഷനകത്ത്? എന്ത് പറയുന്നുണ്ട്? ദീസ് അക്കൗണ്ട്സ് റെപ്രസെൻറ്റ് പേഴ്സൺസ് ഓർ എൻറ്റിറ്റീസ് ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽസ്, കമ്പനീസ് ഓർ ഓർഗനൈസേഷൻസ് അല്ലേ? ഓക്കെ, എന്ത് പറയുന്നുണ്ട്? ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എ എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാണ്? കുറച്ച് ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യും അല്ലടാ. അപ്പോൾ ഇത് എൻ്റെ പേരിലാണ് കാണിക്കുക. അപ്പോൾ എ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? ഈ എ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഡെപ്റ്ററാണ് അല്ലേ? ഡെപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെപ്റ്റർ അസറ്റ് അല്ലടാ. ഓക്കെ, അപ്പോൾ ആ അസറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞു അസറ്റ് ഏത് കാറ്റഗറിയാണ്? റിയൽ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, റിയൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ഏത് പെടൂല എന്ന് പറഞ്ഞിരുന്നു? ഡെപ്റ്റർ പെടൂല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ റീസൺ എന്താണ്? ഡെപ്റ്റർ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അത്തരം അക്കൗണ്ട്സിന് നമ്മൾ എന്താ വിളിക്കുക? പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഡെപ്റ്റർ ഏത് കാറ്റഗറിയിൽ പെട്ടു? പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഇനി ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞിരുന്നു നേരത്തെ അല്ലേ? റിയൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ പെടാത്ത ഒരു അസറ്റ് കൂടെ പറഞ്ഞിരുന്നു. ഏതായിരുന്നു? ബാങ്ക് അല്ലേ? ഓക്കെ, അപ്പോൾ ബാങ്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞത്? ആ ഒരു ബാങ്കിൻ്റെ നെയിം വെച്ചിട്ടാണ് അല്ലടാ. അപ്പോൾ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് അല്ലേ? കനറ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആ ബാങ്കിൻ്റെ പേര് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? എൻറ്റിറ്റീസ് അല്ലേ? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ എന്തെല്ലാം പെടും? ഇൻഡിവിജ്വൽസിൻ്റെ പേരിലാണെങ്കിലും എൻറ്റിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ബാങ്ക് ഒരു എൻറ്റിറ്റി അല്ലടാ, ആണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ഏത് കാറ്റഗറിൻ്റെ അണ്ടറിലാണ് വിടുക? പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക കേട്ടോ. ഇനി അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു കമ്പനിയായിട്ടും ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? പൈസ തരാനോ അല്ലെങ്കിൽ നമ്മൾക്ക് കൊടുക്കാനോ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, ആ ഒരു എൻറ്റിറ്റിൻ്റെ പേരാണ് നമ്മൾ അക്കൗണ്ടായിട്ടില്ലേ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെവിടെ പെടും? പേഴ്സണൽ അക്കൗണ്ടായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇനി അതേപോലെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ട് ക്യാഷ്, ക്രെഡിറ്റേഴ്സ് അല്ലേ? അപ്പോൾ ആ ക്രെഡിറ്റേഴ്സിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുക? നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ആ അക്കൗണ്ടിനെ എന്താ വിളിക്കുക? പേഴ്സണൽ അക്കൗണ്ട് എന്നാണ് വിളിക്കുക. ഓക്കേടാ. ഇനി പേഴ്സണൽ അക്കൗണ്ടിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും മൂന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിന് സബ് കാറ്റഗറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് വൺ നാച്ചുറൽ പേഴ്സൺ, സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, തേർഡ് വൺ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. ഓക്കെ ആണോ? അങ്ങനെ മൂന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അതിനെ സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അതിനകത്തില്ലേ ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് സബ് കാറ്റഗറി ഏതാണ്? നാച്ചുറൽ പേഴ്സൺ ആണ്. പേഴ്സണൽ അക്കൗണ്ടാണ്. എന്ത് പേഴ്സണൽ അക്കൗണ്ടാണ്? നാച്ചുറൽ പേഴ്സൺ ആണ്. അത് ഏതൊക്കെ ആയിരിക്കും? നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽസ് അല്ലേ? ഓരോ വ്യക്തികളുടെ പേര്. ഓക്കെ ആണോ? ഓരോ വ്യക്തികളുടെ പേരിലും ഓപ്പൺ ആക്കുന്ന അക്കൗണ്ടിനാണ് എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ പേഴ്സൺ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത് പറഞ്ഞുള്ളത്? ജോൺ അക്കൗണ്ട് അല്ലേ? എ അക്കൗണ്ട്, ബി അക്കൗണ്ട് അല്ലടാ, ശ്യാം അക്കൗണ്ട്. അങ്ങനെ ഓരോ പേരിൽ അതെന്തായിരിക്കും? കോമൺ ആയിട്ട് വരുന്നത് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും അല്ലടാ. അപ്പോൾ ഇത്തരം ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ പേരിൽ ഓപ്പൺ ആക്കുന്ന അക്കൗണ്ട്സിന് എന്താ വിളിക്കുന്നത്? നാച്ചുറൽ പേഴ്സൺ എന്ന് വിളിക്കും കേട്ടോ. ഇനി സെക്കൻഡ് വൺ എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എന്താ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് എന്താണ്? കമ്പനീസ് ഉണ്ടാവും, ഫേംസ്, ബാങ്ക്സ്. കണ്ടില്ലടാ, ഇപ്പോൾ ബാങ്ക് എന്താണ്? അസറ്റാണ്, ബിസിനസ്സിൻ്റെ അസറ്റാണ്. ഓക്കെ, പക്ഷേ എവിടെ പെടൂല എന്ന് നമ്മൾ പറഞ്ഞു? റിയൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരില്ല എന്ന് പറഞ്ഞു. അതെവിടെ വരിക? പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ അല്ലേ? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് വരിക. പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ ആർട്ടിഫിഷ്യൽ എന്നുള്ള സബ് കാറ്റഗറിൻ്റെ അണ്ടറിലാണ് ഏത് പെടുക? ബാങ്ക്. ഓക്കെ, അതേപോലെ നമ്മളെ ബിസിനസ്സിൻ്റെ പേര് എ ലിമിറ്റഡാണ് നമ്മളെ കമ്പനി, നമ്മളെ ബിസിനസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ബിസിനസ്സിൽ, നമ്മളെ ബുക്സിൽ എന്ത് ചെയ്യാണ്? വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു എൻറ്റിറ്റിൻ്റെ പേര് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പേരെന്തിനായിരിക്കും റെക്കോർഡ് ചെയ്യുക? അല്ലെങ്കിൽ ഓരോ അക്കൗണ്ട് അല്ലെങ്കിൽ ഓരോ പേരിലൊരു അക്കൗണ്ട് എന്തിനായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക?
ഓരായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും അല്ലേടാ. അത് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ സപ്ലൈ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓരോ കയ്യിൽ നിന്ന് പർച്ചേസ് ഇല്ല, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, വിൽക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്രെഡിറ്റിനാണെങ്കിൽ എന്ത് ചെയ്യും, ഓരോ പേരിൽ ബുക്കിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെയാണോ? അപ്പോൾ അത്തരം കമ്പനീസോ അല്ലെങ്കിൽ ഫേംസോ ബാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് വരിക? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിലാണ് ഇവിടെ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് XYZ ലിമിറ്റഡ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക്, ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കേട്ടോ. ഇനി തേർഡ് സബ് കാറ്റഗറി ഏതാണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ആണ്. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ്? അക്രൂവൽ കോൺസെപ്റ്റ് അല്ലേ. അക്രൂവൽ കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? എക്സ്പെൻസസും ഇൻകവും നമ്മൾ എന്താ ചെയ്യുക? ഡ്യൂ ബേസിൽ, അല്ലെങ്കിൽ കിട്ടാനായോ കൊടുക്കാനായോ, ഇൻകം ആണെങ്കിൽ കിട്ടാനായോ എക്സ്പെൻസ് ആണെങ്കിൽ കൊടുക്കാനായോ, ഇത് രണ്ടും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ബുക്സിനകത്ത് റെക്കോർഡ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഈ ഒരു മാസത്തെ എക്സ്പെൻസ് അത് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം? എക്സ്പെൻസ് ആയിട്ട് ബുക്കിൽ കാണിച്ചോളണം. കൊടുത്തോ അല്ലേ നോക്കണോ? വേണ്ട. അപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഈ മാസത്തെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു? റെൻറ്റ് 10,000 ഈ മാസം ബിൽഡിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാനായി, ലേബിളായി. ഓക്കെ ആണോ? പക്ഷേ നമ്മൾ ഈ മാസം കൊടുക്കുന്നില്ല, നെക്സ്റ്റ് മന്തിൽ പകുതിക്ക് വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ മാസത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ ബുക്കിൽ ട്രീറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല, ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനകത്ത് 2 എഫക്റ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ നോർമലി നമ്മൾ റെൻറ്റ് കൊടുക്കുന്ന ടൈമിൽ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെയ്ഡ് റെൻറ്റ് അല്ലേ, ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാം? അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷനകത്ത് വരുന്ന 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് റെൻറ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് അക്കൗണ്ടും, രണ്ടാമത് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് അക്കൗണ്ടും. ക്യാഷ് നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, റെൻറ്റ് എക്സ്പെൻസ് റെൻറ്റും കാണിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? അക്രൂവൽ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഈ റെൻറ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഈ മാസം നമുക്ക് കാണിക്കും വേണം, പക്ഷേ നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുമില്ല. അപ്പോൾ ആ ട്രാൻസാക്ഷനകത്ത് വരുന്ന 2 അക്കൗണ്ടിങ് അല്ലെങ്കിൽ 2 അക്കൗണ്ട്സ് ഏതൊക്കെയായിരിക്കും? ഒന്ന് റെൻറ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ കാണിക്കണം. സെക്കൻഡ്, അവിടെ നമുക്ക് എന്ത് ക്രിയേറ്റ് ആയി? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആയി. അസറ്റ് നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നില്ല, പക്ഷേ അതേ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാധ്യത ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ആ ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന എന്ത് പേരിലായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ. റെൻറ്റ് പേയബിൾ അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഓർ റെൻറ്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ അല്ലേ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരം അക്കൗണ്ട്സ്, ഇങ്ങനെ വരുന്ന അക്കൗണ്ട്സിനെ എന്താ വിളിക്കുക? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എന്ത് പറയാം? ഇപ്പോൾ റെൻറ്റ് അല്ലേ ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്, അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നൊരു അക്കൗണ്ടാണ് എന്ത്? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അല്ലെങ്കിൽ റെൻറ്റ് പേയബിൾ. ഓക്കെ, അപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് അവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു അക്കൗണ്ടാണ് എന്ത്? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെൻറ്റ്. ഓക്കെയാണോ? അല്ലെങ്കിൽ എന്ത് പറയാം? ഔട്ട്സ്റ്റാൻഡിങ് സാലറി പേയബിൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു എക്സ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലേ. അത് റിലേറ്റ് ആയിട്ട് വരുന്ന ഒരു അക്കൗണ്ടാണ് അല്ലേ. അപ്പോൾ അത്തരം അക്കൗണ്ട്സിനാണ് എന്ത് വിളിക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മുൻകൂട്ടി പേ ചെയ്താണെങ്കിൽ ഓക്കേനാടാ, മുൻകൂട്ടി അല്ലേ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ അക്കൗണ്ട്സിനെയൊക്കെ എന്താ വിളിക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം പെടും അതിനുള്ളത്? ഇൻഡിവിജ്വൽസ്, എൻറ്റിറ്റീസ്. ഇനി പേഴ്സണൽ അക്കൗണ്ട്സിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡിവിജ്വൽസ് അല്ലേ. ഇനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കമ്പനീസ്, ഫേംസ്, ബാങ്ക്സ്. പിന്നെ തേർഡ് കാറ്റഗറി റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ, ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് അക്കൗണ്ട്സ് ഒക്കെ ഇതിനുള്ള വരിക റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ഗോൾഡൻ റൂൾ. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ ഓക്കെ, ആ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് എന്ത് റൂൾ കൊടുക്കണം? ആ അക്കൗണ്ടിന് കൂടാണെങ്കിലോ കുറഞ്ഞാലോ നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അക്കൗണ്ട്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി തേർഡ് മെയിൻ കാറ്റഗറി അല്ലേ, ഏതായിരുന്നു? നോമിനൽ അക്കൗണ്ട്. അടുത്ത കാറ്റഗറി ഏതാണ്? നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയായിരിക്കും? അതിന് ബാക്കിയുള്ള ഏതാണ്? ഇൻകംസും എക്സ്പെൻസസും അല്ലേ. ബിസിനസ്സിനകത്ത് വരുന്ന ഇൻകം അക്കൗണ്ട്സും എക്സ്പെൻസസ് ആയിട്ടുള്ള അക്കൗണ്ട്സും അല്ലേ. അപ്പോൾ ഇൻകംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സെയിൽ വരുന്നുണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അല്ലേ, റെൻറ്റ് റിസീവ്ഡ്, ഇതുപോലത്തെ ഇൻകം അക്കൗണ്ട്സിനെ. ഇപ്പോൾ ഈ സെയിൽസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്, കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്, റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട്സിനൊക്കെ എന്താ വിളിക്കുക?
നോമിനൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ട് എന്ന് വിളിക്കുക. ഇനി എക്സ്പെൻസസ് ആയിട്ടുള്ള റെൻ്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, കമ്മീഷൻ പെയ്ഡ് അക്കൗണ്ട്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അക്കൗണ്ട്, ഇതൊക്കെ എന്താണ്? നോമിനൽ അക്കൗണ്ടാണ്, അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ട് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. എന്ത് പറയുന്നുണ്ട് ഡെഫിനേഷന്? ദീസ് അക്കൗണ്ട്സ് റെക്കോർഡ് ബിസിനസ് എക്സ്പെൻസസ്, പിന്നെ ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് സച്ച് ആസ് റെൻറ്റ്, സാലറി, കമ്മീഷൻ. കണ്ടില്ലേ? ഓക്കെ ആണടാ. അപ്പോൾ നോമിനൽ അക്കൗണ്ട് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താണ് അതിനാണ്ടുള്ള ഏതാണ് വരിക? ഇൻകംസും എക്സ്പെൻസസും. ഇൻകംസിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ ഏത് കാറ്റഗറിയാണ്? നോമിനലാണ്. എക്സ്പെൻസ് കാറ്റഗറി ഏതിലാണ്? എക്സ്പെൻസ് അക്കൗണ്ട്സ് ഏതിലാണ്? നോമിനൽ അക്കൗണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഗോൾഡൻ റൂൾ അല്ലേ? ഗോൾഡൻ അപ്രോച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഈ മൂന്ന് കാറ്റഗറിയും അല്ലെങ്കിൽ ഈ മൂന്ന് കാറ്റഗറിൻ്റെ അണ്ടറിലും വരുന്ന ഓരോ അക്കൗണ്ട്സിനും ബിസിനസ്സിൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് അതിനെ റെക്കോർഡ് ചെയ്യുക, അതിന് എന്ത് റൂളാണ് കൊടുക്കുക? ഡെബിറ്റ് കൊടുക്കണോ, ക്രെഡിറ്റ് കൊടുക്കണോ, എപ്പോൾ ഡെബിറ്റ് കൊടുക്കണം, എപ്പോൾ ക്രെഡിറ്റ് കൊടുക്കണം നോക്കാം. നമുക്ക് ഫസ്റ്റ് കാറ്റഗറി എടുക്കാം. ഏതാണ്? റിയൽ അക്കൗണ്ട് അല്ലേ? എന്താണ് പറയുന്നത് റിയൽ അക്കൗണ്ട്? ഗോൾഡൻ റൂൾ എന്താ പറയുന്നുണ്ട്? റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യാൻ പറയുന്നത്? വാട്ട് കംസ് ഇൻ. എപ്പോൾ ക്രെഡിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്? വാട്ട് ഗോസ് ഔട്ട്. എന്താണ് അസറ്റ് അല്ലേ? ഇപ്പോൾ ഒരു അസറ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ടാണ്. ഫർണിച്ചർ അക്കൗണ്ടിന് എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യാൻ പറയുന്നത്? എപ്പോൾ ഡെബിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്? വാട്ട് കംസ് ഇൻ. ബിസിനസ്സിലേക്ക് എപ്പോഴാണ് ഫർണിച്ചർ വരുന്നത്, അല്ലെങ്കിൽ എന്ത് പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ചിൽ എങ്ങനെയായിരുന്നു? എപ്പോഴാണ് ഒരു ഫർണിച്ചർ അക്കൗണ്ട് അല്ലേ? ഫർണിച്ചർ എന്താണ്? അവിടെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? ഇതിന് അസറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഫർണിച്ചർ അസറ്റ് തന്നെയാണ് അല്ലേ? പക്ഷേ ഗോൾഡൻ അപ്രോച്ചിനകത്ത് എന്ത് പറയുന്നുണ്ട്? എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യാൻ പറയുന്നത്? കംസ് ഇൻ. ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് അല്ലെങ്കിൽ ഫർണിച്ചർ വരുന്ന ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യാൻ പറയുന്നത്? ബിസിനസ്സിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ. ഓക്കെ ആണടാ. ഇനി എക്സാമ്പിൾ ക്യാഷ് നോക്കാം നമുക്ക്. ക്യാഷ് എപ്പോൾ ഡെബിറ്റ് ചെയ്യണം? എപ്പോഴാണോ അത് വരുന്നത് അപ്പോൾ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എപ്പോഴാണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബിസിനസ്സിൽ നിന്ന് പോകുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ് അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചിലും ഈ ഒരു ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെയിം തന്നെയല്ലടാ അല്ലേ? കാരണം എന്താണ്? മോഡേൺ അപ്രോച്ചിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? അവിടെ എങ്ങനെ അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസറ്റ് കൂടുന്ന ടൈമിൽ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഗോൾഡൻ റൂളിൽ എന്താണോ വരുന്നത് അല്ലേ, റിയൽ അക്കൗണ്ട് ആണോ അത് വരികയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിന് എന്താണ്? ഡെബിറ്റ്. അപ്പോൾ അവിടെ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, ഇവിടെ അസറ്റ് കൂടുമ്പോൾ എന്താണ്? ഡെബിറ്റ് തന്നെയാണ് അല്ലേ? ഇനി ഇവിടെ എങ്ങനെ പറഞ്ഞു? അസറ്റ് പോകാന്നുണ്ടെങ്കിൽ, പുറത്ത് പോകാന്നുണ്ടെങ്കിൽ, ബിസിനസ്സിന് പുറത്ത് പോകാന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് റിയൽ അക്കൗണ്ടിനകത്ത് ഗോൾഡൻ റൂൾ വരുന്നത് കേട്ടോ. അതിന് ഏത് അസറ്റ് ആണെങ്കിലും, ഏതൊക്കെയാണെങ്കിൽ ക്യാഷ്, ഫർണിച്ചർ, ലാൻഡ്, പാറ്റൻറ്റ്, ഓക്കെ എല്ലാം. ഇനി സെക്കൻഡ് കാറ്റഗറി പേഴ്സണൽ അക്കൗണ്ട് അല്ലേ? പേഴ്സണൽ അക്കൗണ്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? എന്താണ് റൂൾ പറയുന്നത്? ഗോൾഡൻ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. എന്താ പറഞ്ഞത്? ആരെ ഡെബിറ്റ് ചെയ്യണം? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനാണ് പറയുന്നത്? ഡെബിറ്റ് ദ റിസീവർ അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ഡെപ്റ്റേഴ്സിൽ നമ്മൾ തരാനുള്ള ഒരാൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് എമൗണ്ട് തരാനുള്ള ഒരാൾ. ഇവിടെ ആരായിരുന്നു? ജോൺ അല്ലേ? ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വൽ. ജോൺ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എമൗണ്ട് നമുക്ക് തരാനുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾക്ക് നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുന്ന ടൈമിൽ ജോണിൻ്റെ പേരിൽ എന്ത് ചെയ്യണം? നമ്മൾ അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യണം, ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ അതിന് ഏത് എഫക്റ്റാണ് കൊടുക്കേണ്ടത്? ഡെബിറ്റ് എഫക്റ്റാണ് കൊടുക്കേണ്ടത് അല്ലേ? ആളാരാണ്? നമുക്ക് പൈസ തരാനുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഗോൾഡൻ റൂൾ. ഓക്കെ, ഇനി ഓപ്പോസിറ്റ്. ഇപ്പോൾ ഈ ജോൺ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങോട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്, ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ജോൺ അക്കൗണ്ടിന് എന്ത് ബാലൻസാണ് കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് ബാലൻസാണ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ? നമ്മൾ അയാളെ കയ്യിൽ നിന്ന്, ജോണിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോണിന് അങ്ങോട്ടാണ് പൈസ കൊടുക്കാനുള്ളത് അല്ലേ? അപ്പോൾ ജോൺ എന്ന് പറഞ്ഞ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് എന്ത് ബാലൻസ് കൊടുത്തോളണം? ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തോളണം. ഇനി ജോണിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ജോണിന് അങ്ങോട്ടാണ് ബിസിനസ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്, ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ജോണിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ജോൺ അക്കൗണ്ട് ബുക്കിനകത്ത് കാണിക്കണം അല്ലേ? റെക്കോർഡ് ചെയ്യണം. ആ ഒരു ട്രാൻസാക്ഷൻ ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു അക്കൗണ്ട് ഏതാണ്? ജോൺ അക്കൗണ്ടാണ്.
ഓക്കെ ആണോ? അപ്പോൾ ജോൺ ഇങ്ങോട്ട് പൈസ തരാനാണെങ്കിൽ എന്ത് ചെയ്യണം? ജോണിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ ജോൺ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് എവിടെ റൂൾ പറയുന്നത്? പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ കേസിൽ ഗോൾഡൻ റൂൾ പറയുന്നത് കേട്ടോ. ഇനി തേർഡ് കേസ് എന്തായിരുന്നു? നോമിനൽ അക്കൗണ്ട് അല്ലേ? നോമിനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഗോൾഡൻ റൂൾ എന്താ പറയുന്നത്? ഡെബിറ്റ് ദ ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഇനി ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എന്ത് ചെയ്തോളണം? ഒരു എക്സ്പെൻസ് ആണോ? ബിസിനസ് വരുന്ന ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണോ? റെൻറ്റ് പേ ചെയ്തു, പെയ്ഡ് റെൻറ്റ്, ഇതാണ് ട്രാൻസാക്ഷന്. അതിനകത്ത് വരുന്ന 2 അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഒന്ന് റെൻറ്റ് അക്കൗണ്ടും. അപ്പോൾ ഈ റെൻറ്റ് അക്കൗണ്ടിന് എന്ത് എഫക്റ്റ് കൊടുത്തോ? ഡെബിറ്റ് ബാലൻസ് കൊടുത്തോ എന്നാണ് പറയുന്നത്. ഇനി ലോസാണ്, ബാഡ് ഡെപ്റ്റ്. ലോസ് അല്ലടാ, ആ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് ഏത് എഫക്റ്റ് കൊടുക്കേണ്ടത്? ഏത് റൂളാണ് കൊടുക്കേണ്ടത്? ഡെബിറ്റ്. അതിനെ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ ആണോടാ? ഇനി ഇൻകം അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗെയിൻ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ക്രെഡിറ്റ് ബാലൻസ് കൊടുക്കാനാണ് എവിടെ പറയുന്നത്? ഗോൾഡൻ റൂൾ പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് ഗോൾഡൻ റൂൾ പറഞ്ഞത്? എന്താണ്? റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ? എന്താണ് എക്സാമ്പിൾ? എന്തായിരുന്നു? അസറ്റ് അല്ലേ? എന്താണ് റിയൽ അക്കൗണ്ടിനകത്ത് വരുന്നത്? അസറ്റ്സ്. ഇനി പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇനി നോമിനൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസസ്. ഓക്കെ ആണോടാ? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. റിയൽ അക്കൗണ്ടാണ്. എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. എന്ത് ചെയ്തോ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് ഓർ എൻറ്റിറ്റീസ് അല്ലേ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇനി നോമിനൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണുള്ളത് വരുന്നത്? എക്സ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് അക്കൗണ്ട്, ഇൻകം അക്കൗണ്ട്, ഗെയിൻ അക്കൗണ്ട്. എന്ത് ചെയ്യാൻ പറഞ്ഞു? ഗോൾഡൻ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസും ലോസസും അല്ലേ? ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? മിസ്റ്റർ അഹമ്മദ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 1 lakh ഇൻ ക്യാഷ്. എന്ത് ചെയ്യുന്നുണ്ട്? അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റലായിട്ട് 1 lakh ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലടാ, ഇതാണ് എന്ത്? ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് അക്കൗണ്ട് അല്ലേ? ഒന്ന് ക്യാഷ് അക്കൗണ്ടും പിന്നെ അഹമ്മദിൻ്റെ പേരിൽ എന്ത് ചെയ്യും? ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും. അയാളുടെ പേരിലൊരു ക്യാപിറ്റൽ അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? റിയൽ അക്കൗണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു അസറ്റാണ്. അപ്പം അതിനെന്ത് ബാലൻസ് കൊടുക്കണം? റിയൽ അക്കൗണ്ട് എന്താണ്? ക്യാഷ് എന്താ ചെയ്യുന്നത്? ബിസിനസ്സിലേക്ക് വരികയാണ്, ഇന്നാണ്. അപ്പോൾ അതിന് ഡെബിറ്റ് ബാലൻസ് കൊടുക്കണം. ഇനി ക്യാപിറ്റൽ എന്താണ്? ഇതൊരു പേഴ്സണൽ അക്കൗണ്ട് അല്ലടാ. വെറും ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുക. അല്ല, അഹമ്മദിൻ്റെ ക്യാപിറ്റൽ അല്ലേ? മിസ്റ്റർ അഹമ്മദിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് ബുക്കിൽ കാണിക്കുക. അപ്പോൾ അതെന്താണ്? ഒരു പേഴ്സണെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടാണ്, റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ദ ഗിവർ. അതെങ്ങനെയാടാ ക്രെഡിറ്റ് ദ ഗിവർ? ഇവിടെ ഓണർ ആരാണ്? അഹമ്മദാണ് ആണല്ലോ. അപ്പോൾ അയാൾ ബിസിനസ്സിലേക്ക് എമൗണ്ട് കൊണ്ടുവരികയാണ്. എത്ര? 1 lakh കൊണ്ടുവരികയാണ്. ഈ ഒരു എമൗണ്ട് ബിസിനസ് തിരിച്ച് ആർക്ക് തന്നെ കൊടുക്കാനുള്ളതാണ്? ഓണർക്ക് തന്നെ തിരിച്ച് കൊടുക്കാനുള്ളതല്ലടാ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. ഈ ഒരു എമൗണ്ട് ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ആർക്കുണ്ട്? ബിസിനസ്സിനുണ്ട്. ഇത് ബിസിനസ്സിൻ്റെ ഫണ്ടാണോ? അല്ല, ഓണർ ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ദ ഗിവർ. ഇനി സെക്കൻഡ് ഏതായിരുന്നു? പർച്ചേസ്ഡ് ഫർണിച്ചർ വർത്ത് 10,000 ഇൻ ക്യാഷ് അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? 10,000 ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? 2 അക്കൗണ്ട്. ഒന്ന് ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്, രണ്ടാമത്തത് ഫർണിച്ചർ അക്കൗണ്ട്. 2 അക്കൗണ്ടും എന്തുതന്നെയാണ്? റിയൽ അക്കൗണ്ട്സ് തന്നെയാണ് അല്ലേ? ഫർണിച്ചർ അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്, അസറ്റല്ലടാ. അപ്പോൾ റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് എന്താണ്? അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരില്ലടാ. ഫർണിച്ചറാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതാണ് എവിടെ ഗോൾഡൻ റൂൾ പറയുന്നത്? റിയൽ അക്കൗണ്ട്സിൻ്റെ കേസിൽ പറയുന്നത് അല്ലേ? ഇനി തേർഡ് വൺ, പർച്ചേസർ ഗുഡ്സ് വർത്ത് 8,000 ഓൺ ക്രെഡിറ്റ് ഫ്രം AM ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? 8,000 വിലയുള്ള ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിക്കുകയാണ്, വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ എൻട്രി വരിക? ഇവിടെ ക്യാഷിനാണോ വാങ്ങിക്കുന്നത്? അല്ല, ക്രെഡിറ്റിനെ വാങ്ങിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ AM ട്രേഡേഴ്സിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് AM ട്രേഡേഴ്സ് അക്കൗണ്ട് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അല്ലേ? ഒരു അക്കൗണ്ട്. സെക്കൻഡ് അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ 2 അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ടും AM ട്രേഡേഴ്സ് അക്കൗണ്ടും.
ഇനി ഇതിനെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഏത് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം, ഏതിന് ക്രെഡിറ്റ് കൊടുക്കണം? ഏതിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണെടാ? പർച്ചേസ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? റിയൽ അക്കൗണ്ട് ആണോ? സോറി കേട്ടോ, ഇത് പർച്ചേസ് അക്കൗണ്ട് ഏത് അക്കൗണ്ട് അല്ല, റിയൽ അക്കൗണ്ട് അല്ല. ഏതാണ്? നോമിനൽ അക്കൗണ്ടാണ് കേട്ടോ. പർച്ചേസ് അക്കൗണ്ട് എന്താണ്? നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നോമിനൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഇതല്ല കേട്ടോ. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഓൾ എക്സ്പെൻസസ് അല്ലേ. നോമിനൽ അക്കൗണ്ടിലുണ്ടല്ലോ എന്താ പറയുന്നത്? എക്സ്പെൻസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാനാണ് പറയുന്നത്? ഡെബിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിയൽ അക്കൗണ്ട് അല്ല, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ല കേട്ടോ. അവിടെ എന്താ വരിക? എന്ത് അക്കൗണ്ടാണ് വരിക? നോമിനൽ അക്കൗണ്ട് വരും. അതേപോലെ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് അല്ലേ നമ്മൾ പറഞ്ഞത്? റൂൾ അതല്ല പറഞ്ഞത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് അല്ലേ. പർച്ചേസ് ബിസിനസ്സിന് എക്സ്പെൻസ് ആണ് കേട്ടോ. അത് റോങ് ആണേ, കാണിച്ച് റോങ് ആണ് കേട്ടോ. അപ്പോൾ പർച്ചേസ് എന്ത് ചെയ്തു? നോമിനൽ അക്കൗണ്ടാണ്, അതിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇനി സപ്ലയർ എന്താണടാ? സപ്ലയർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ക്രെഡിറ്റർ അല്ലേ. AM ട്രേഡറാണ് നമ്മളിവിടെ എന്ത് വിളിക്കുന്നത്? സപ്ലയർ. അപ്പോൾ AM ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുക്കിൽ അക്കൗണ്ട് കാണിക്കുക. സപ്ലയർ എന്ന് പറഞ്ഞിട്ടല്ല കാണിക്കുക, AM ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ബുക്കിൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് എന്ത് ബാലൻസാണ് കൊടുക്കേണ്ടത്? നമ്മൾ പഠിച്ചു എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ. ബിസിനസ് അയാൾക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാനല്ലേ ആണ്. ആ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്ത് പറയുന്നുണ്ട്? ഗുഡ്സ് വർത്ത് 5,000 ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു ആർക്കാണ്? ശ്യാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? 5,000 ക്രെഡിറ്റിനാണ് വിറ്റിട്ടുള്ളത് അല്ലേ, കടത്തിനാണ് വിറ്റിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രണ്ട് അക്കൗണ്ട് വരുന്നത്? ഒന്ന്, ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന ടൈമിൽ നമ്മളെങ്ങനെ റെക്കോർഡ് ചെയ്യാം? ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല, ക്യാഷ് കിട്ടുന്നില്ല. പക്ഷേ ശ്യാം തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ, ശ്യാം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം. അയാൾ തരാനുള്ള പോലെ കാണിക്കണം. അതേപോലെ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടും കാണിക്കണം. അപ്പോൾ ഇങ്ങനെ രണ്ട് അക്കൗണ്ടാണ് വരിക അല്ലേ. ഒന്ന് ഡെപ്റ്റർ അക്കൗണ്ട്, അല്ലെങ്കിൽ എന്ത് പറയാം? ഡെപ്റ്റർ അക്കൗണ്ടിൽ കാണിക്കുക. എങ്ങനെ കാണിക്കുക? ശ്യാമിൻ്റെ പേരിലാണ് കാണിക്കുക, ശ്യാം അക്കൗണ്ട്. സെക്കൻഡ് വൺ സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഡെപ്റ്റർ അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? അസറ്റാണ് അല്ലേ. ഡെപ്റ്റർ നമുക്ക് അസറ്റാണ്, അല്ലെങ്കിൽ ശ്യാം അക്കൗണ്ട് നമുക്ക് തരാനുള്ളതാണ്, അസറ്റാണ്. പക്ഷേ ഏതിനുണ്ടല്ല വരിക നമ്മൾ പറഞ്ഞു? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഉണ്ടല്ലാണ്. കാരണം എന്താണ്? ശ്യാമിൻ്റെ പേരിലാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് പറയുന്നുണ്ട്? ഡെബിറ്റ് ദ റിസീവർ, തരാനുള്ള ആൾ അല്ലേ. ശ്യാമി നമുക്ക് ഇങ്ങോട്ട് തരാനാണ്. അക്കൗണ്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഡെബിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി സെയിൽസ് അക്കൗണ്ട് എന്താണ്? ഇൻകം ആണ് അല്ലടാ. ഇൻകം എക്സ്പെൻസും ഏതിനുണ്ടല്ല വരിക? നോമിനൽ അക്കൗണ്ട്സ് എന്നില്ല അല്ലേ. നോമിനൽ അക്കൗണ്ടിനുണ്ടല്ലാണ് വരിക. അവിടെ എന്ത് പറയുന്നുണ്ട്? ഓൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓൾ ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ഓൾ ഇൻകംസ് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ക്രെഡിറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് എന്ത് പറഞ്ഞ്? പെയ്ഡ് 2,500 ഹാസ് ഓഫീസ് റെൻറ്റ് ഇൻ ക്യാഷ് അല്ലേ. ഓഫീസിൻ്റെ റെൻറ്റ് എന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് കൊടുത്തു. ഇതാണ് ട്രാൻസാക്ഷൻ. ഏതൊക്കെയാണ് രണ്ട് അക്കൗണ്ട്സിനകത്ത് വരുന്നത്? ക്യാഷ് കുറയുന്നുണ്ട് അല്ലേ. രണ്ട് എഫക്റ്റ് എന്തൊക്കെയാണ്? ഒന്ന് ക്യാഷ് കുറയുന്നുണ്ട്, റെൻറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് എന്ത് ചെയ്തു അവിടെ വന്നു. അപ്പോൾ റെൻറ്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. റെൻറ്റ് അക്കൗണ്ട് എന്താണ്? എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് അക്കൗണ്ടാണ്. അപ്പോൾ ഏതിനുണ്ടിൽ വരുന്നു? നോമിനൽ അക്കൗണ്ടിനുണ്ടിൽ വരുന്നു. എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. അപ്പോൾ റെൻറ്റിന് എന്ത് ബാലൻസ് കൊടുക്കണം? ഡെബിറ്റ് ബാലൻസ് കൊടുക്കണം. ഇനി ക്യാഷ് ഏതിനുണ്ടിൽ വരും? റിയൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് വരിക. റിയൽ അക്കൗണ്ട് എന്താ ചെയ്യാൻ പറയുന്നത്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ല. റെൻറ്റ് കൊടുക്കുമ്പോൾ ബിസിനസ്സിൽ ക്യാഷ് അല്ലേ പുറത്ത് പോവാണ്, ക്യാഷ് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്ത് പറയുന്നുണ്ട്? പെയ്ഡ് സാലറീസ് ഓഫ് 20,000 ടു എംപ്ലോയീസ്. എങ്ങനെ കൊടുക്കുന്നത്? ബാങ്ക് ട്രാൻസ്ഫറാണ് എടാ. ബാങ്കിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. സാലറിയാണ് കൊടുക്കുന്നത്, പക്ഷേ ക്യാഷ് ആണോ? അല്ല. നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സാലറി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് അക്കൗണ്ട് വന്നു. എന്തൊക്കെയാണ്? സാലറി എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് അക്കൗണ്ടും വന്നു. ബാങ്ക് നമ്മൾ എന്താണ്? അസറ്റ് അല്ലടാ. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് അവിടെ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ സാലറി നോമിനൽ അക്കൗണ്ടാണ് അല്ലേ, എക്സ്പെൻസ് ആണ്, നോമിനൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. ഇനി ബാങ്ക് ഏതിനുള്ള വരിക നമ്മൾ പറഞ്ഞത്? പേഴ്സണൽ അക്കൗണ്ടിനുള്ളതാണ് വരുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൽ ഏത് ക്രെഡിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്? ക്രെഡിറ്റ് ദ ഗിവർ അല്ലടാ. അപ്പോൾ ഏത് ഡെബിറ്റ് ചെയ്തു? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് വൺ എന്ത് പറയുന്നുണ്ട്? റിസീവ് 2,000 ഫ്രം എ കസ്റ്റമർ ഫോർ പ്രീവിയസ് സെയിൽ. നമ്മൾ പ്രീവിയസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ശ്യാമിന് കുറച്ച് ഗുഡ്സ് ക്രെഡിറ്റിന് വിട്ടിട്ടുണ്ടായിരുന്നു. എത്ര രൂപക്ക്? 5,000 രൂപക്ക് അല്ലേ. ആ തരാനുള്ളിലേക്ക് 2,000 അയാൾ എന്ത് ചെയ്യാണ്? ക്യാഷായിട്ട് തന്നു. അയാളെ കയ്യിൽ നിന്ന് 2,000 ക്യാഷായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? രണ്ട് എഫക്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മളെ കയ്യിൽ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടുന്നുണ്ട്. രണ്ടാമത് ശ്യാം എന്ന് പറഞ്ഞ ഡെപ്റ്റർ ബാലൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ്സിൽ നമ്മൾ ബുക്കിൽ എന്ത് ചെയ്യണം? കുറക്കണം. ഇങ്ങനെ രണ്ട് എഫക്റ്റ് അല്ലടാ. ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്, ക്യാഷ് കൂടുന്നുണ്ട്. റിയൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലേ. ക്യാഷ് കൂടുന്നുണ്ട്,
ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ഡെപ്റ്റർ എന്താണ്? പേഴ്സണൽ അക്കൗണ്ടാണ് അല്ലേ? പേഴ്സണൽ അക്കൗണ്ട് നേരെ ഓപ്പോസിറ്റാണ് വന്നത്. അതായത് ഡെപ്റ്റർ ബാലൻസ് ഇങ്ങോട്ട് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ എടാ അയാളുടെ നിന്ന് കിട്ടാനുള്ളത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ബാലൻസ് കൊടുത്താൽ മതി. ഏത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്തു? ക്യാഷിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഡെപ്റ്റർ എന്ത് ചെയ്തു? ക്രെഡിറ്റും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എവിടെ പറയുന്നത്? ഗോൾഡൻ റൂൾ അപ്രോച്ചിനകത്ത് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് എവിടെയെങ്കിലും ഡൗട്ട് വരാമെന്നുണ്ടെങ്കിൽ ഏതിനകത്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അടുത്തൊരു വീഡിയോയിൽ കാണാം.